നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചാനലല്ല ചില ഈ യൂട്യൂബേഴ്സ്, ഈ റുക്സ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബേഴ്സ്, ഇവർ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പൊട്ട വീഡിയോ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിക്കുക എന്ന ഒരു പരിപാടിയാണ്. കൊട്ടാരക്കരയിൽ ഇന്നലെ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ഞാനിത് വായിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവർ ക്യാമറ വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യുകയാണ്. വെറുതെ കൊലപാതകമൊന്നും അവിടെ നടന്നിട്ടില്ല. കാരണം ഇത് കൊലപാതകം നടന്നെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കുകയാണ്. വീഡിയോ ഉണ്ടാക്കിയിട്ട് റീച്ച് കൂട്ടാനും വ്യൂസ് ഉണ്ടാക്കാനും കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഈ ഊളത്തരം കണ്ട് അത് വിശ്വസിക്കരുത്. കാരണം ഒരു കൊലപാതകം നടക്കുമ്പം ഒന്നുകിൽ ആ നാട്ടിലെ ജനങ്ങൾ കാണും, അതല്ലെങ്കിൽ വഴിയെ പോണവർ കാണും. ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോലീസിൽ കേസാവും. പോലീസുകാരെ അറിയും, പോലീസുകാർ സ്ഥലത്ത് വരും. എന്നിട്ട് ആ ബോഡി എടുത്ത് കൊണ്ടുപോകും, എന്നിട്ട് ഇൻക്വസ്റ്റ് നടത്തും. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആളെ പൊട്ടനാക്കാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത് ചെയ്യുകയാണ്, വ്ളോഗ് ചെയ്യുകയാണ്. കാരണം ഫ്രാങ്ക് വീഡിയോ എന്നൊക്കെ പറയില്ല, എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണിത്. കാരണം ഇവരുടെ 1-2 വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റിലെ ഇവരെ വീഡിയോ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തുണിക്കടയിൽ കയറിയിട്ട് അവിടെ ഒരു സ്റ്റാഫ്, ഒരു ചെറിയ ചെറുക്കൻ നിൽക്കുന്നുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ ഇവരുടെ മകനാണ്. അപ്പം ഈ മകനെ വെച്ചിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. ഇവർ തുണി എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് ചുരിദാറുകൾ ഇവർ വാങ്ങുന്നു. അപ്പോൾ ഒരു 10 ചുരിദാറായിട്ട് ഇവർ ഇട്ടതിൻ്റെ പുറത്തോട്ട് ഇടുകയാണ് ഡ്രസ്സിങ് റൂമിൽ പോയിട്ട്. എന്നിട്ട് ബാക്കി ഒരു 4-5 എണ്ണം ചുരുട്ടി കയ്യിലും പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഈ 4-5 എണ്ണത്തിൻ്റെ പൈസ കൊടുക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ് ഇവർ. അപ്പം ഈ കടക്കാരൻ പറയും, ഞാൻ പൈസ ബാക്കിയുള്ളതിൻ്റെ കൂടി പൈസ തരാൻ പറയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ അഭിനയിക്കുകയല്ലേ, ഇവൾ പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ ഇവളൊക്കെ ഇട്ട് 4 ഇടി കൊടുത്തിട്ട് ഇവിടെ താഴെ ഇടുന്ന ഒരു രംഗമുണ്ട്. കാരണം ഇതൊക്കെ ചിത്രീകരിക്കുകയാണ്. കാരണം ഇതിങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, മോഷണം ആ കടയിൽ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചുരിദാർ വാങ്ങാനൊരു യുവതി കയറിയിട്ടുമില്ല, മോഷണം നടന്നിട്ടുമില്ല. അതൊക്കെ ഇവർ അഭിനയിക്കുകയാണ്. ലാസ്റ്റ് പറഞ്ഞു, ഒരു മോഷണം നടന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇതെൻ്റെ മകനാണ്, ഞാൻ അവനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഇത് മനസ്സിലാകാതെ ചില പൊട്ടന്മാരുണ്ട് ഇത് കാണാനായിട്ട് ഇരിക്കുന്നത്. ഇതിന് വ്യൂസും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമതൊരു വീഡിയോ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു വീട്ടിൽ നിൽക്കുന്നു. 2 ജോലിക്കാരെന്തോ പെയിൻറ്റിങ്ങുകാരെന്തോ തൊഴിലാളികളായിട്ട് കയറി വരുന്നു. അവിടുന്ന് പിന്നെ ഇവരെ ആക്രമിക്കുക. എന്തോ ചെയ്തും കണ്ട് ആക്രമിക്കുകയല്ല, ഇവർ കാശ് മുക്കി പോകുമെന്ന് തോന്നുന്നു. പണി പറഞ്ഞിട്ട് പറ്റിച്ച് പോകുന്നു. കാശ് വാങ്ങി കുറച്ച് പൈസ വാങ്ങി പോണ ഒരു രംഗമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് കാണുന്നത് വെച്ചാൽ 2 ആൺമക്കളുണ്ട് ഇവർക്ക്. അപ്പോൾ അവരെ വെച്ച്, അവരാണോ ഇനി പുറത്തുനിന്ന് ആളെ പൈസ കൊടുത്തെടുത്താന്നുള്ള അറിയില്ല. അവരെ ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു മകനോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു. അവന് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ മറ്റൊരു മകനെ പോടാന്നും പറഞ്ഞ് പുറത്തേക്ക് തല്ലി ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. ലാസ്റ്റ് ഈ മകനെ ഇവൻ്റെ അമ്മാവനോ ആരോ കാണാൻ വരുന്ന ഒരു ഇതുണ്ട്. ഇതൊക്കെ ഇവർ അഭിനയിക്കുക കേട്ടോ, ഈ സീരിയൽ പോലെ. എന്നാൽ പിന്നെ സീരിയലാക്കിക്കൂടെ, അതല്ലേ നല്ലത്. വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ നിൽക്കണം. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായി പറയണമെന്ന് നിൽക്കുന്നു. ഇന്നലത്തെ ഈ സംഭവം കൂടി ആയപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവനെ ഇങ്ങനെ തല്ലി പുറത്താക്കുന്ന രംഗമുണ്ട്. ലാസ്റ്റ് ഇവർ നിവൃത്തിയില്ലായിട്ട് ഇവരെ അടിച്ചു കൊല്ലുന്ന ഒരു രംഗമുണ്ട്. ആ 2 അടി കൊടുക്കുമ്പോഴേക്കും ഇവർ നിലത്ത് വീഴുന്നു, മരിക്കുന്നതായിട്ട് കിടക്കുന്നു. സ്ഥിരം ഇവരുടെ പരിപാടി ഇടയിലെവിടെ എപ്പോഴും കാണുന്നില്ല, ഇടയിലിടയിൽ ഒരു മാസത്തിലൊക്കെ ഒന്ന് കാണുന്നുണ്ട്. ഇത് ഭയങ്കര സൂക്കേട് തന്നെയാണിത്. ഒരു സുഹൃത്തുക്കളെ, വല്ലാത്തൊരു അസുഖം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആൾക്കാരെ ഫ്രാങ്ക് വീഡിയോ ചെയ്ത് പൊട്ടന്മാരാക്കുന്ന ചില ചാനലുകളുണ്ട്. ഇവർക്ക് കാശ് കിട്ടണേ കിട്ടിക്കോട്ടെ. ഇപ്പോൾ ഇന്നലത്തെ ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊലപാതകം നടന്നിട്ടില്ല. ഇവർ കൊലപാതകം നടന്നിട്ട് അഭിനയിക്കുക. പിന്നെ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് ആരും ക്യാമറയായിട്ട് പുറകെ വന്നിട്ട് ഷൂട്ട് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഞാനിപ്പോൾ ഒരാളെ കൊന്നു. അപ്പോൾ ആ കൊന്ന സ്ഥലത്ത് അവിടെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കാണുകയുള്ളൂ, അല്ലെങ്കിൽ പോലീസുകാർ ആരെങ്കിലും ആണ്ട് അവരെ കാണുകയുള്ളൂ. ഇനി അവർ കേസെടുക്കും. നാട്ടുകാർ അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യും, ഇന്ന പോലെ ഒരു കൊലപാതകം നടന്നു, ഇന്ന ആളെ പരിചയമില്ല, കൊന്ന ആളെ പരിചയമില്ല എന്ന് പറയും. അപ്പോൾ അത് ഓക്കെ, അത് സംഗതി ഒറിജിനലാണ്.
അപ്പോൾ ഇവരിതിങ്ങനെ അഭിനയിച്ചുണ്ടാക്കുകയാണ്. ഇതുപോലെ തന്നെ ഇവർ തന്നെ എറണാകുളത്താണോ തിരുവനന്തപുരത്താണോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വീഡിയോ ഉണ്ടാക്കി. അതിൽ ഇവരഭിനയിക്കുന്നില്ലെന്ന് തോന്നുന്നു, വേറെ ഇവർ ഒരു യുവതിയായിട്ട് അഭിനയിക്കുന്നു. ഒരു യുവാവ് വന്ന് ഇവരെ പ്രേമിച്ചിട്ട് ഒരു തന്ത പുറകെ വരികയാണ്. ഇവരുടെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അഭിനയിക്കാൻ വരികയാണ്. എന്നിട്ട് അയാൾ വന്നിട്ട് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പം ഇവർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് ഒരു അടുത്തടുത്ത് ഇങ്ങനെ മുട്ടി ഇരിക്കുന്നതായിട്ട് ഒരു രംഗം കാണുന്നു. അത് ചോദിക്കുന്നു. എന്നിട്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ, ഫ്ലാറ്റ് പുറത്തുനിന്നല്ല, ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ട്രെയിൻ പോകാനായിട്ട് കയറുന്ന സമയത്ത് അയാൾ അത് കാണുന്നു. അയാൾ ചോദിക്കുന്നു. അപ്പോൾ ഇവൻ ദേഷ്യപ്പെട്ട് ഇയാളെ തള്ളി പുറത്തിടുന്ന ഒരു രംഗം. തള്ളി മെല്ലെ ഫ്ലാറ്റ് പുറത്ത് വീഴുകയാണ്. ഈ സിനിമ ഷൂട്ടിങ്ങൊക്കെ പോലെ തന്നെ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ വീഴുന്നിടത്ത് അവിടെ ഒരു ക്യാമറ, ഉള്ളിൽ നിന്നൊരു ക്യാമറ. അപ്പോൾ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ട് ഇവർ ആസൂത്രിതമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആളെ ഫലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇന്നലെ ഈ സംഭവം നടന്നപ്പം എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി. ഇവർക്ക് സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇത് നോക്കി കാണുന്ന വേറെ ഇവരുടെ ഒരു വീഡിയോയും കൂടി ഞാൻ കണ്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ഇത് ആൾക്കാരിങ്ങനെ ഫ്രാങ്ക് പൊടിയിടുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഒന്നെങ്കിൽ ഈ പരിപാടി നിർത്തുക, അല്ല നിങ്ങൾ സീരിയലാണെന്നോ സിനിമയാണെന്നോ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വലിയ തമ്പനിയിലൊക്കെ വലിയ ഹെഡിങ് കൊടുത്ത് കൊട്ടാരക്കരയിലൊരു കൊലപാതകം, ഗ്രഹനാഥനെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത്. നാണം വേണം മനുഷ്യന്മാരായി കഴിഞ്ഞാൽ. കുറേയൊക്കെ ഈ ആൾക്കാരിങ്ങനെ ഊളത്തരം കാട്ടിയിട്ട് പറ്റിക്കാൻ നിൽക്കരുത്. ചില ആൾക്കാർ, വയസ്സായ ആൾക്കാർക്ക് നേരിട്ട് ഈ വയസ്സായവർക്ക് ഇത് മനസ്സിലാവില്ല. ചിലപ്പോൾ അവരത് കണ്ടിട്ടിരുന്നിട്ട് പറയും അവിടെ ഒരു കൊലപാതകം നടന്നു എന്നുള്ളത്. സംഭവം വാസ്തവം എന്താണെന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കറിയാം. ഞാനിത് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ നീക്കിക്കൊണ്ട് ഇവർ ലാസ്റ്റ് വരെ എന്താണെന്നുള്ളത്. അപ്പോൾ സംഭവം തന്നെയാണ്. എന്നാൽ ഗുഡ് ബൈ. ഇത് പറയാനായിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് കരുതിയാണ്. പക്ഷേ ഇതിപ്പോൾ 1-2 വട്ടം ഈ ആളെ ഇങ്ങനെ ഒരു ഫൂളാക്കുന്ന പരിപാടിയാണ്. ശരി, എന്നാൽ ഓക്കെ. ഫ്രാങ്ക് ആണെങ്കിൽ ഫ്രാങ്ക് ഓക്കെ.